അപ്പൊ നമ്മുടെ എക്കോസിസ്റ്റത്തിന്റെ പേര് ലെക്സറോ ഡാവോ എന്നാണ്. ബ്ലോക്ക് ചെയിനകത്ത് റൺ ചെയ്യുന്ന ഒരു ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള എയർ ഡ്രോപ്പ് കൊടുക്കുന്ന ഒരു എക്കോസിസ്റ്റം ആണ്. ലെക്സറോ ഡാവോന്റെ അണ്ടറിലുള്ള ഒരു യൂട്ടിലിറ്റി ടോക്കൺ ആണ് സെറ എന്ന് പറയുന്ന നമ്മുടെ ടോക്കൺ. മാർക്കറ്റിൽ ആകെ 3,10,00,000 സെറ നമുക്ക് ഉള്ളത്. അതിന്റെ ബേണിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ 2,10,00,000 ആകെ ഈ ഒരു സെറ എന്ന് പറയുന്ന ടോക്കൺ നമുക്ക് ഉള്ളത്. BNB നെറ്റ്വർക്കിലാണ് സെറ റൺ ചെയ്യുന്നത്. ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് ആയിട്ടുള്ള പാൻകേക്ക് സ്വാപ്പിലാണ് ഓൾറെഡി ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ നിന്ന് നമുക്ക് വാങ്ങാനും അതേപോലെ തന്നെ വിൽക്കാനും, ഏത് സമയത്തും വാങ്ങാനും വിൽക്കാനും പറ്റുന്ന ഒരു യൂട്ടിലിറ്റി ടോക്കൺ ആണ്. ഒരുപാട് യൂട്ടിലിറ്റികൾ ഓൾറെഡി വന്നിട്ടുള്ള ഒരു ടോക്കൺ ആണ് സെറ ടോക്കൺ. ഇത് വാങ്ങിവെച്ച ആളുകൾക്ക്, പുതിയ ആളുകൾ ഉണ്ടെങ്കിൽ അവരെ അറിവിലേക്കാണ് ഞാൻ പറയുന്നത്. വാങ്ങിവെച്ച ആളുകൾക്ക് അറിയാം ഇതിന്റെ യൂട്ടിലിറ്റി കാര്യങ്ങളൊക്കെ. ഒരുപാട് യൂട്ടിലിറ്റി ഇപ്പോൾ ഓൾറെഡി വന്നു കഴിഞ്ഞു. ഇനി ഒരുപാട് യൂട്ടിലിറ്റി വരാനുണ്ട്. അപ്പൊ ഏതൊരു സിസ്റ്റത്തിനും ഒരു മിഷനും വിഷനും ഉണ്ടാവും. അതേപോലെ തന്നെ ഈ ഒരു സിസ്റ്റത്തിനും ഈ ഒരു സെറ എന്ന് പറയുന്ന ഈ ഒരു ടോക്കണിലേക്ക് ഒരുപാട് യൂട്ടിലിറ്റി കൊണ്ടുവരിക, അതേപോലെ തന്നെ വേൾഡ് വൈഡ് ആയിട്ട് കമ്മ്യൂണിറ്റിയിലേക്ക് എത്തിച്ച് വലിയൊരു ഹൈപ്പിലേക്ക് ഈ ഒരു ടോക്കനെ മാറ്റുക എന്നുള്ളതാണ്. ഇപ്പൊ നമ്മളൊക്കെ പല ക്രിപ്റ്റോ കറൻസികൾ കണ്ടിട്ടുണ്ടാവും. ഒരുപാട് ക്രിപ്റ്റോ കറൻസികൾ നമ്മൾ വാങ്ങിയിട്ടുണ്ടാവും, വിറ്റിട്ടുണ്ടാവും, ഇപ്പൊ നിലവിൽ ഹോൾഡ് ചെയ്യുന്നുണ്ടാവും. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഈ ഒരു സെറ ടോക്കൺ നമുക്ക് കാണാൻ പറ്റും. ഡയറക്റ്റ് നമ്മുടെ 100ഓളം രാജ്യങ്ങളിൽ ഏത് ബാങ്കിലേക്ക് വേണമെങ്കിലും വിഡ്രോ ചെയ്യാനും, അതേപോലെ മാസ്റ്റർ കാർഡ്, വിസ കാർഡിലേക്കൊക്കെ വിഡ്രോ ചെയ്യാനും, അതേപോലെ ഇപ്പൊ ഫിസിക്കൽ ആയിട്ടുള്ള കാർഡ് കൂടി വരുന്നതോടെ വലിയൊരു ക്രിപ്റ്റോ കറൻസിന്റെ ചരിത്രത്തിൽ തന്നെ വലിയൊരു സംഭവമായിട്ട് തന്നെ നമുക്ക് ഈ ടോക്കനെ കാണാം. ഒരുപാട് യൂട്ടിലിറ്റികൾ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഒരുപാട് യൂട്ടിലിറ്റികൾ കൊണ്ടുവന്നിട്ടുള്ള ഒരു കോയിനാണ്. അത് തന്നെയാണ് ഇവരുടെ ഈ ഒരു ടോക്കന്റെ ലക്ഷ്യം. ചെറിയ പൈസക്ക് വന്ന് ഇന്നിപ്പോ $33 നിൽക്കുന്ന ഒരു ടോക്കനാണ്. നാളെ 100, 150 ഒക്കെ ഈ ഒരു ടോക്കൺ വന്നേക്കാം. അപ്പൊ നമുക്ക് എന്താണ് ഇപ്പൊ കറന്റില് ഈ ഒരു സെറ ടോക്കൺ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് നമുക്ക് പ്രയോജനം, അല്ലെങ്കിൽ ഈ ഒരു സെറ ടോക്കൺ കൊണ്ട് നമുക്ക് എന്താണ് മെച്ചം എന്നുള്ളതാണ് എല്ലാവർക്കും അറിയേണ്ടത്. അപ്പൊ അതിലേക്കാണ് ഞാൻ വരുന്നത്. അപ്പൊ ഇന്നത്തെ മാർക്കറ്റ് റേറ്റില് സെറ എന്ന് പറയുന്ന ഈ ഒരു ടോക്കൺ, യൂട്ടിലിറ്റി ടോക്കൺ, നമ്മുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് എത്ര USDTക്ക് വേണമെങ്കിലും നമുക്കിത് വാങ്ങാം. വാങ്ങിയിട്ട് നമ്മുടെ വാലറ്റിൽ തന്നെ ഒരു വർഷത്തേക്ക് നമ്മൾ ലോക്ക് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 0.5% മുതൽ 3% വരെ ഫ്രീ ആയിട്ട് എയർ ഡ്രോപ്പ് കൊടുക്കും. അത്ര മാത്രമേ ഉള്ളൂ. വളരെ സിമ്പിൾ ആണ്. ഇന്നത്തെ മാർക്കറ്റ് റേറ്റിന് സെറ വാങ്ങിക്കുക, നമ്മുടെ വാലറ്റായിട്ട് കണക്ട് ചെയ്തിട്ട് അത് ലോക്ക് ചെയ്യുക. ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വാങ്ങുന്ന USDTക്ക് വെറുത്തായിട്ട് 0.5% മുതൽ 3% വരെ എന്തുണ്ട് നമുക്ക് ഫ്രീ എയർ ഡ്രോപ്പ് ആയിട്ട് ഈ സെറ ടോക്കൺ തന്നെ നമുക്ക് കിട്ടും. പിന്നെ ഒരു 360 ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ മാർക്കറ്റ് റേറ്റ് എത്രയാണോ ആ റേറ്റിന് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കയ്യിലുള്ള ടോക്കൺ നമുക്ക് സെല്ല് ചെയ്യാനും പറ്റും. അപ്പോ നല്ല ഒരു അവസരമാണ് നമ്മുടെ മുന്നിൽ വന്നിട്ടുള്ള. ഒരുപാട് ടോക്കണുകൾ നമുക്ക് വാങ്ങാൻ പറ്റിയില്ല. ബിറ്റ്കോയിൻ, എത്തേറിയം ഒക്കെ നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സായി പോയ സംഭവങ്ങളാണ്. ഇതുപോലെ എയർ ഡ്രോപ്പ് ഒക്കെ കൊടുത്തിരുന്ന ഒരു സാധനമാണ് ബിറ്റ്കോയിൻ ഒക്കെ കുറെ മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ്. അപ്പൊ സെറ വാങ്ങി ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ബെനിഫിറ്റ് ഒക്കെ ഉണ്ട്. ഇനിയിപ്പോ എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും, ഇത് കമ്പനിയിലാണോ അല്ലെങ്കിൽ ഒരു അതോറിറ്റിന്റെ ഉള്ളിലാണോ നമ്മൾ ലോക്ക് ചെയ്ത് വെക്കുന്നത്? ഒരിക്കലും അല്ല. നമ്മുടെ വാലറ്റിനകത്ത്, ബ്ലോക്ക് ചെയിനകത്ത് പിങ്ക് സെയിൽ എന്ന് പറയുന്ന, ആർക്കും ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞാൽ നോക്കാൻ പറ്റും, പിങ്ക് സെയിൽ എന്ന് പറഞ്ഞിട്ടുള്ള പിങ്ക് ലോക്കറിനകത്താണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ സെറ എന്ന് പറയുന്ന ടോക്കൺ നമ്മൾ ലോക്ക് ചെയ്യുമ്പോൾ അതിനകത്താണ് ലോക്ക് ആവുന്നത്. ഒരിക്കലും വേറൊരു വ്യക്തിന്റെ വാലറ്റിലോ അല്ലെങ്കിൽ ഈ ഒരു കമ്പനിന്റെ കീഴിലോ അല്ല. അപ്പൊ അങ്ങനെ ലോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ 0.5% മുതൽ 3% വരെ നമുക്ക് കിട്ടും. ഫ്രീ എയർ ഡ്രോപ്പ് ആണ് കിട്ടുന്നത്. ആ ഫ്രീ എയർ ഡ്രോപ്പിന് പുറമെ നമ്മുടെ ലിങ്ക് ത്രൂ ആരെങ്കിലും
സെറാ ടോക്കൺ വാങ്ങി ഇതേപോലെ ലോക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ എന്തുണ്ട് 20 ലെവലിന് നമുക്ക് മാക്സിമം ബോണസ് ആയിട്ട് 20 ലെവലിന് എന്തുണ്ട് ഫ്രീ ആയ ഡ്രോപ്പ് നമ്മൾ വാങ്ങി വെക്കുന്നതിന് പുറമെ നമ്മുടെ ലിങ്ക് ത്രൂ ആരെങ്കിലും സെറാ ടോക്കൺ വാങ്ങി വെക്കുകയാണെന്നുണ്ടെങ്കിൽ 20 ലെവലിന് 2% മുതൽ 20% വരെ അവർ വാങ്ങുന്ന പ്രോഫിറ്റിന്റെ, ഒരിക്കലും അവര് വാങ്ങി വെക്കുന്ന സെറയുടെ അല്ല, അവരുണ്ടാക്കുന്ന പ്രോഫിറ്റിന്റെ 2% മുതൽ 20% വരെ എന്തുണ്ട് മാച്ചിങ് ബോണസ് ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അതിനിവിടെ നോക്കിയാൽ നമുക്ക് അറിയാം, ചെറിയ ക്രൈറ്റീരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരാളാണ് നമ്മുടെ ലിങ്ക് ത്രൂ സെറ സ്റ്റേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളെ വാലറ്റിൽ ഒരു $50 വെറുത്തുള്ള സെറ ഉണ്ടെങ്കിൽ ലെവൽ 1ൽ നിന്ന് നമുക്ക് 20% അവരെ പ്രോഫിറ്റിന്റെ കിട്ടും. അതേപോലെ 2 ആള് നമ്മുടെ ലിങ്ക് ത്രൂ സെറ വാങ്ങി വെച്ചാൽ, അല്ലെങ്കിൽ 2 ആള് നമ്മളെ റെഫർ ലിങ്ക് വെച്ചിട്ട് സെറ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ 5 ലെവൽ വരെ എന്തുണ്ട് നമുക്ക് 15-10% കിട്ടുന്നുണ്ട്. 5 ലെവലിൽ നിന്ന് കിട്ടണമെങ്കിൽ നമുക്ക് $250 വെറുത്തുള്ള സെറ നമ്മുടെ ഓൺ വാലറ്റിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ 5 ഡയറക്റ്റ് റെഫറലും അതേപോലെ തന്നെ $1000 വെറുത്തുള്ള 5 പേര് നമ്മുടെ ലിങ്ക് ത്രൂ സെറ വാങ്ങി സ്റ്റേക്ക് ചെയ്യണം. അതിന് പുറമെ $1000 വെറുത്തുള്ള സെറ നമ്മുടെ വാലറ്റിൽ നമ്മളും ലോക്ക് ചെയ്തിരിക്കണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ 20 ലെവലിന് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ 20 ലെവലിന് എന്ത് കിട്ടും? മാച്ചിങ് ബോണസ് ആയിട്ട് 2% മുതൽ 20% വരെ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഇവിടെ റാങ്കിങ് ബോണസുകളുണ്ട്. ഈ 2 ഡ്രോപ്പിനും പുറമെ തന്നെ റാങ്കിങ് ബോണസുകളുണ്ട്. X1 മുതൽ X9 വരെ റാങ്കുകൾ ഉണ്ട്. അപ്പൊ X1ന്റെ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ $200 വർത്തുള്ള സെറ ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ നമ്മുടെ ഒരു ലൈനിൽ 10K സെറ 10K വർത്തുള്ള സെറ ഉണ്ടായിരിക്കണം. ചെറിയൊരു ഗ്രൂപ്പിൽ ബാക്കി എല്ലാ ഗ്രൂപ്പും കൂടി കൂട്ടി അതേപോലെ 3K ഉണ്ടായിരിക്കണം. അങ്ങനെ ആവുമ്പോൾ 10% നമുക്ക് എന്തുണ്ട് റാങ്കിങ് ബോണസ് കിട്ടുന്നുണ്ട്. അതേപോലെ X9 വരെ ഇവിടെ കൊടുത്തുകണ കാണാൻ പറ്റും. അതേപോലെ തന്നെ നമ്മുടെ വാലറ്റിൽ ഉണ്ടായിരിക്കേണ്ട സെറന്റെ 200 മുതൽ 10,000 വരെ ഉണ്ട്. അപ്പോൾ അവർ വാങ്ങുന്ന പ്രോഫിറ്റിന്റെ 10% മുതൽ 50% വരെ എന്തുണ്ട് നമുക്ക് റാങ്കിങ് ബോണസ് കിട്ടുന്നുണ്ട്. സെയിം അപ്പർ റാങ്ക് ബോണസ് ഉണ്ട്. ഇനി നമ്മൾ വിഡ്രോയിലേക്ക് വന്നു കഴിഞ്ഞാൽ കോൺട്രിബ്യൂട്ടർ റിവാർഡും അതേപോലെ കോൺട്രിബ്യൂട്ടർ റിവാർഡും ഇവിടെ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇനി നമ്മൾ വിഡ്രോയിലേക്ക് വന്നു കഴിഞ്ഞാൽ വിഡ്രോ ചെയ്യുന്നതിന് ഇപ്പൊ പുതിയ അപ്ഡേഷനൊക്കെ നമുക്ക് വന്നിട്ടുണ്ട്. ഇത് കുറച്ച് മുമ്പുള്ള അപ്ഡേഷൻ ആണ്. അപ്പോ വിസ കാർഡിലേക്ക് നമ്മൾ വിഡ്രോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ കിട്ടുന്ന എയർ ഡ്രോപ്പ് വിസ കാർഡിലേക്ക് വിഡ്രോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, വിസ കാർഡിലേക്കാണെങ്കിൽ 3% 1 സെറ എന്ന രീതിയിലും, ബാങ്കുകളിലേക്കാണെന്നുണ്ടെങ്കിൽ 5% 1 സെറ എന്നുള്ളതും, അതേപോലെ തന്നെ ടോക്കണായിട്ട് വിഡ്രോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 5% ഇപ്പോൾ 0.8 സെറ എന്നുള്ള രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ VIP കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ, VIP കസ്റ്റമർ എന്ന് പറഞ്ഞാൽ ഒരു $1000 വെറുത്തുള്ള സെറ നമ്മുടെ വാലറ്റിൽ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്, ലോക്ക് ചെയ്തിരിക്കുക എന്നുള്ളതാണ് അതിന്റെ ക്രൈറ്റീരിയ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കാർഡിലേക്കാണെങ്കിൽ 2% പ്ലസ് 0.7 സെറ, അതേപോലെ തന്നെ ബാങ്കിലേക്കാണെങ്കിൽ 4% പ്ലസ് 0.7 സെറ, ടോക്കണായിട്ട് വിഡ്രോവൽ ചെയ്യുകയാണെങ്കിൽ 5% പ്ലസ് 0.8 സെറ എന്നുള്ള രീതിയിലാണ്. അത്രയും കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞു തരാനുള്ളത്. കാര്യമായിട്ട് നമുക്കൊന്നും ചെയ്യാനില്ല. ഇന്നത്തെ മാർക്കറ്റ് റേറ്റിന് സെറ വാങ്ങിക്കുക, അതേപോലെ തന്നെ അത് ഒരു വർഷത്തേക്ക് എന്ത് ചെയ്യുക, നമ്മുടെ സ്വന്തം വാലറ്റിൽ തന്നെ ലോക്ക് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്.